പോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായി സേഫായിട്ടും ഇരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒരുവിധം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. കൈകാലും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി അതിൻ്റെ കൂടെ ഭയങ്കര ചൂടും, പിന്നെ ഈ വലത് കൈക്കിത്തിരി പ്രശ്നമാണ്. എനിക്കുള്ള വിരലിൻ്റെ പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നിന്ന് തിരിച്ച് വേദന ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതും ഒക്കെ ഞാൻ എല്ലായിടവും യാത്ര പോകുന്നത് തന്നെ പോയിട്ടൊക്കെ വരുമ്പോൾ ചില നടുകഴപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും വകവയ്ക്കാറില്ല. ഞാൻ ഇന്നൊരു നല്ല വെറൈറ്റി വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു നാടൻ വെറൈറ്റി വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയത്തിമാരോ മക്കളോ നമ്മുടെ ആരെങ്കിലും പ്രസവിച്ച് കിടക്കുമ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു മീൻകറിയുടെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ അമ്മ എനിക്ക് വെച്ച് തന്നിട്ടുള്ള ഓർമ്മയിൽ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി അങ്ങനെ വെക്കുകയാണ്. എനിക്ക് നല്ല സൂപ്പർ നല്ല ഒരു ഫ്രഷ് തിരച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ കണ്ടോ, ആട്ടിറച്ചിയും തോറ്റുപോകും. നല്ല ഫ്രഷ് തിരച്ചിയാണ്. 1 കിലോ വാങ്ങാനായിട്ട് പോയപ്പോൾ 1.25 കിലോ ഉണ്ടായിരുന്നു. അത് നമ്മൾ 1.25 കിലോയും ഇഞ്ഞ് വാങ്ങി. അത് ഒത്തിരി പൈസയായി, എന്നാലും അതുമെല്ലാം ഇഞ്ഞ് വാങ്ങി. നമുക്ക് ഇന്ന് വറുത്തരച്ച് വെച്ചിട്ട് കുറച്ചുകൂടി പിറ്റന്നൂടെ കൂട്ടാൻ വയ്ക്കാൻ ഞാൻ അതിൽ നിന്നൊരു ശകലം 2 കഷ്ണം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് കൂട്ടാനായിട്ട്. ഇത് ഇത്രയും ഇത് വെച്ചതാണ്. അപ്പോൾ ഇതിലിനിയും ഇത് തേങ്ങ മാത്രമാണ്. ഇതിലിനി ഒരുപാട് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് വിറ്റ് കിടക്കുമ്പോൾ നമുക്ക് നല്ലപോലെ വറുത്തരച്ച് കറിയൊക്കെ വെച്ച് നമുക്ക് റൂമിനകത്ത് കൊണ്ടുവന്ന് ആരും കാണാതെ നമുക്ക് ചോറ് നമ്മളെ അമ്മയച്ഛനും അല്ല അമ്മ നമ്മളെ വീട്ടിലുള്ളവർ, പിന്നെ അതുപോലെ തന്നെ മൊന്തങ്ക തോരൻ വെച്ചത്, തോരൻ, പിന്നെ പുളി വെച്ചത്. അല്ലാതെ നമുക്കങ്ങനെ ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് സാമ്പാർ, പിന്നെ അങ്ങനെയുള്ള ഇത് പുളിശ്ശേരി അങ്ങനെയൊന്നും തരത്തില്ല. നമുക്ക് ഇഞ്ചി ചുട്ടരച്ച ചമ്മന്തി, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് തരുന്നത്. ചക്ക കിഴങ്ങ് അങ്ങനെ ഒന്നും തരില്ല. അങ്ങനെയൊന്നുള്ള നമുക്ക് ഇതിനൊക്കെ ഭക്ഷണം തരുന്നതിന് ഒരുപാട് ഇതുണ്ട്. 28 വരെയും നമുക്ക് തരുന്ന ആഹാരത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ മീനും ഒന്നും അങ്ങനെ ഇതാക്കില്ല. ഇത് തിരച്ചിയാണ്, നല്ല സൂപ്പർ തിരച്ചി, ഫ്രഷ് തിരച്ചിയാണ് ഞാൻ ഇന്ന് വറുത്തരച്ച് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ തിരച്ചി കൂട്ടാൻ വയ്ക്കുന്നത് മാത്രം ഇട്ടപ്പോൾ എനിക്ക് അതൊരു സുമാറ് തോന്നിയില്ല. കാര്യം തേങ്ങ വറുക്കുന്നതിൻ്റെ ഒരു ഇത് അതിൽ കാണാതെ പിന്നെ മറ്റത് മാത്രം ഇട്ടപ്പോൾ എനിക്കത് അത്ര ഒരു സുമാറ് തോന്നിയില്ല. അങ്ങനെ ഞാനത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ തേങ്ങ വറുക്കുകയാണ്. ഈ തേങ്ങ നല്ലതുപോലെ ചുമന്ന് നല്ല ഒരു ചെറിയൊരു ബ്രൗൺ നിറമാവണം. നല്ലപോലെ ബ്രൗൺ നിറമാവണം. മറ്റേ നമ്മൾ മീനൊക്കെ കൂട്ടാൻ വയ്ക്കാൻ അരയ്ക്കുമ്പോൾ അത്രത്തോളം ഞാനങ്ങ് ഇതാക്കൂല. പക്ഷേ ഇത് നല്ല ബ്രൗൺ നിറമായതിന് ശേഷമേ ഞാൻ ഇതാക്കുള്ളൂ. നല്ലൊരു ബ്രൗൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാപ്പിപ്പൊടി കളറ്, നല്ല ഒരു ഇതാവണം. കാപ്പിപ്പൊടിയുടെയൊക്കെ കളറാകുമ്പോഴാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. അതിലൊത്തിരി സാധനങ്ങൾ അതിന് മുമ്പേ ഇടും. അപ്പം നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കറി വെച്ച് തന്നാൽ നമ്മുടെ വായു അടങ്ങും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഗ്യാസും ഒരു വയറുവേദനയും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. നമ്മളിത് കൂട്ടുമ്പോൾ നമ്മളെ പാല് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനും അതിൻ്റേതായ വയറ് കുത്തി ഇത് വയറ്റിൽ നിന്ന് പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഫലം കുഞ്ഞിനും കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരിത് കിട്ടും. പാല് കുടിക്കുകയാണെങ്കിൽ അതിന് അമ്മ കഴിക്കുന്നതിൻ്റെ ഫലം കുഞ്ഞിനും കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു ചക്കര മോളെ കൂടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് ഒരു ചക്കര മോള കൂടി ജനിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് 2 ആമക്കളെ 2 കൊമ്പന്മാരുണ്ട്. 2 മക്കൾക്കും കൂടി ഇനി ഒരു മോളെ കൂടെ കിട്ടണേന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഒരു ചക്കര മോളെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം മോൾക്ക് അവർ പേരൊന്നും എനിക്കറിയില്ല. അതൊക്കെ പിന്നെ പറയാം.
എനിക്ക് അവരുടെ പേരൊന്നും അറിയത്തില്ല. ഒരു പേര് കുഞ്ഞിൻ്റെ ചരട് കെട്ടൊന്നും കഴിഞ്ഞില്ല. ചരട് കെട്ടൊക്കെ ആകുമ്പോൾ അവരിടുമായിരിക്കും. അങ്ങനെ മോളാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനിയിപ്പം നമ്മുടെ കണി കാണുന്ന വിഷു വരികയല്ലേ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ മുകിൽ ചാർത്തി കനക കിങ്ങിണി വരികൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ മുകിൽ ചാർത്തി വന്നു നീണം ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ പോയി നടുവിൽ ഞാൻ നിന്നും കരയേറ്റിയിടണം വൈക്കം വാഴും സുരശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ഇത്രേ പാടുന്നുള്ളൂ. പിന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി എൻ്റെ അമ്മ ഉള്ളപ്പോൾ ഉള്ള കാര്യം ഞാൻ ഓർമ്മിക്കും. എൻ്റെ അമ്മ മരിക്കുന്നതിൻ്റെ അങ്ങേ വർഷം അമ്മ രാവിലെ എൻ്റെ പൊന്നമ്മ ഈ റൂമിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ വിഷുക്കണിയൊക്കെ റെഡിയാക്കി എല്ലാം വെച്ച് അമ്മ രാവിലെ അമ്മേരെ കണ്ണുപൊത്തി ഞാൻ കൊണ്ടുവന്ന് അമ്മേനെ വിഷുക്കണി കാണിച്ചു. അമ്മ വിഷുക്കണി കണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്നത് ഞാൻ വീഡിയോ പിടിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ ഇതിൽ കിടപ്പുണ്ട്. എൻ്റെ പൊന്നമ്മ. ദൈവമേ, എൻ്റെ പൊന്നമ്മച്ചി ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ദൈവമേ, എൻ്റെ അമ്മ ദാ എല്ലാം കേട്ടെന്ന് നോക്കിയിരിക്കുന്നു. ഉയിരോടുകൂടി കണ്ണ് തുറന്ന് ചിരിച്ച് എൻ്റെ അമ്മ ഉയിരോടുകൂടി ഇരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഒരിതായിട്ട് എനിക്ക് കാണാനാണ് എന്തോ അമ്മേനെ ഇത്രയും ഇതായിട്ട്. ഒരിക്കലും ദൈവമേ, എൻ്റെ ഭഗവാനെ, അമ്മ പോയപ്പോഴേ എൻ്റെ ഒരു സൈഡല്ല, എൻ്റെ മുക്കാൽ സൈഡും പോയി. എനിക്ക് ആരും ഇല്ലാത്തൊരു ഇതുപോലുള്ളൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് അമ്മയും ഇതായിട്ടൊക്കെ ചിലപ്പം അങ്ങോട്ടൊക്കെ കാണും. പക്ഷേ അമ്മയോളം സ്നേഹവും മനസ്സും ആർക്കും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആണുങ്ങൾക്കൊക്കെ അത്രയും ഒരു ഉള്ളതായിരിക്കണം. അങ്ങനെയല്ലാതുള്ളവർക്ക് ഒരിക്കലും മക്കളെ. പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളെ മക്കളെ വളർത്തുമ്പോൾ നമ്മളെ മക്കളെ കൊച്ചിലേ അവരെ വിഷമവും സങ്കടവും നമ്മുടെ വീട്ടിലെ ദുഃഖവും വിഷമവും എല്ലാം അറിഞ്ഞ് തന്നെ വളർത്തണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്ത് വിഷമമുണ്ടോ, നമ്മുടെ വീട്ടിൽ എല്ലാത്തിലും വിഷമവും ദുഃഖവും ഉണ്ടോ, അത് അറിയിച്ച് തന്നെ മക്കളെ വളർത്തണം. അങ്ങനെ അറിയിച്ച് വളർത്തിയിട്ടുള്ള വീട്ടിലെ മക്കൾ ഞാൻ നോക്കിയിട്ട് ഏത് വീട്ടിലെ മക്കളായാലും അവർ കഷ്ടപ്പാടറിഞ്ഞ് വളർന്നിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർക്ക് അവരുടെ അച്ഛനെയായാലും അമ്മയായാലും ജീവനും പ്രാണനുമാണ്. പക്ഷേ നമ്മളെ മക്കളെ കണ്ണ് നിറയരുത്, നമ്മളെ മക്കളെ വിഷമപ്പെടുത്തരുത്. നമ്മളെ മക്കളെ തോളിലേറ്റി കൊണ്ട് നടന്നത് കൊണ്ടാണോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, അതുകൊണ്ടാണോ എൻ്റെ മക്കൾക്ക് ചില സമയത്ത് മോക്കായാലും മോനായാലും ഞാൻ കൊടുത്ത ആ ഒരു സ്നേഹം എനിക്ക് തിരികെ കിട്ടാത്തത് എന്ന്. എൻ്റെ വിഷമം ഞാൻ ഉള്ളത് തുറന്ന് ഞാൻ പറയുന്നതാണ്, ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയുന്നതാണ്. മോനായാലും മോളായാലും
അമ്മയും സ്നേഹിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക. അവരുടെ കണ്ണ്, എൻ്റെ അമ്മയുടെ കാര്യം അനുഭവത്തിലുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ അവരുടെ കണ്ണ് മറഞ്ഞിട്ട് നമ്മളിരുന്ന് ഈ ഞാൻ പറയുന്ന കണക്ക് കരയും പറയുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനിപ്പോഴും നല്ലതുപോലെ അന്നും ഇന്നും എന്നും നല്ലതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്നാളത്തെ വീഡിയോയുടെ ബാക്കി കുറച്ച് കിടപ്പുണ്ട്. എൻ്റെ ജീവിത കഥയുടെ എൻ്റെ വീട് വെച്ച ആ ഒരു ഇതുവരെ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ ഇനി ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ബാക്കി ഇടും. കാര്യം അതിട്ട് കണ്ട് എൻ്റെ ബന്ധുക്കൾ തന്നെ എൻ്റെ ബാക്കി ഇടണമെന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്നെക്കുറിച്ച്, കാര്യം എൻ്റെ ജീവിതകഥ അറിയാത്തവർ കുറച്ച് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് ഇടുമ്പോഴേ എല്ലാവർക്കും അറിയാവൂ. എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ പൈസ ചിലവാക്കി കളഞ്ഞു, ഞാൻ കടം വലിച്ചിട്ടു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ എന്നെക്കുറിച്ചിട്ട ഞാൻ എൻ്റെ അടുത്ത് പലരും ഓരോരുത്തരും പറഞ്ഞറിഞ്ഞ പല വിഷമങ്ങളും ഞാൻ അറിഞ്ഞു. പക്ഷേ അതൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് മാത്രമല്ല വേറെ സ്ഥലത്തു നിന്നൊക്കെ എൻ്റെ അടുത്ത് ഞാൻ അറിഞ്ഞു. എല്ലാവരും വിചാരിക്കും അവരാരും ഒന്നും പറഞ്ഞാൽ ആരും അറിയില്ല എന്നെല്ലാം ഞാൻ അറിഞ്ഞു. എനിക്കൊത്തിരി വിഷമമുണ്ട്. ഞാൻ എൻ്റെ മക്കളെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഞാൻ വളർത്തിയെടുത്തു. എൻ്റെ മക്കളെ വളർത്തിയതിൻ്റെ 90% ഇതെൻ്റെ കയ്യിൽ എൻ്റെ ഒരിത് തന്നെയാണ്. പിന്നെ ഞാൻ ഒരു രൂപ പോലും എന്നും അധ്വാനിച്ചുണ്ടാക്കിയിട്ടേ ഉള്ളൂ. 10 പൈസ പോലും ഞാൻ അടിച്ചു പിരുത്ത് കളയുന്നൊരു പെണ്ണല്ല. ബാക്കി ആ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ പറയാം. ഇത് എൻ്റെ വിഷമത്തിൻ്റെ ഇതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് പറയേണ്ട ഒരു സാഹചര്യം ഇന്നലെ എനിക്കൊരു വാട്സപ്പിൽ 2 മെസ്സേജ് വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് സങ്കടം കൊണ്ട്. അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം മൂത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഇടവേള ഉണ്ടായിരുന്നു. തേങ്ങ വറുക്കുന്ന ആ ഒരു വീഡിയോ ഓഫാക്കി വയ്ക്കാൻ മറന്നുപോയി. ഓണായി തന്നെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും നേരം നിങ്ങൾക്കത് ഒരു ഇതായിപ്പോവും. അതുകൊണ്ട് തേങ്ങ മൂത്ത് വരുന്നുണ്ട്. ആ അടുപ്പിൽ തീ പറ്റിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പിൽ കുടിക്കാൻ വെള്ളം വയ്ക്കാം. ഇത് നല്ലതുപോലെ മൂത്താണ്ടോ. ആ മൂത്ത തേങ്ങയിൽ ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഇതേ കിടക്കുന്നുണ്ടോ, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഇത്തിരി പിഴുപുളി ശകലം ഇട്ടിട്ടുണ്ട്. അല്ലാതെ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. വയറുവേദനയൊന്നും ഉണ്ടാവാതിരിക്കാൻ കുടംപുളിയാണ് ഇതിൽ. പിന്നെ ശകലം പിഴുപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടാണ് ഞാൻ വറുത്ത് കോരുന്നത്. അപ്പം തേങ്ങയൊക്കെ വറുത്ത് അരച്ച് വെച്ചു. ഇനി നമുക്ക് കറിക്കായിട്ട് ഉരുളി നല്ല ഇതായിട്ട് ചൂടായിരിക്കുകയാണ്. അതും
അലായി ഉരുളിയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇത്തിരി നേരം ആയത് ഉരുളി വെച്ചിട്ട് അയ്യോ അപ്പം ഞാൻ ചുവന്ന് ചരിച്ചു വെച്ചു എനിക്ക് കാണാൻ വേണ്ടി. അപ്പം ശകല എണ്ണ ഒഴിച്ചു. നല്ല ഒരു ഇടിയും കൊള്ളിയാനും എല്ലാം വന്ന് മഴ എവിടെയോ പെയ്തു. പക്ഷേ മഴ ഇവിടെ പെയ്തില്ല. കറണ്ട് പോയി വന്നു. അപ്പം നമുക്കതിലേക്ക് കടുക് ഇടാം. വറ്റൽമുളക്, ഇത് 2 വറ്റൽമുളക് എടുക്കാത്തില്ല. കറിവേപ്പ്, ഇനി നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിടാം. ഇതുപോലെ ഈ ഉള്ളി അങ്ങ് നേരെ വയ്ക്കാം. ചരിഞ്ഞ് ഒഴിക്കുകയാണ്. ഈ ഉരുളിയൊക്കെ ഞാൻ പിരിവിന് പോകുമ്പം നമ്മുടെ സംഘത്തിൻ്റെ കടയിൽ നിന്ന് അങ്ങനെയൊക്കെ വാങ്ങിച്ചത് കൊണ്ട് അന്ന് മേടിച്ചു. ഈ സൈസ് ഉരുളിയുണ്ട്, ഇതിൻ്റെ ഇത്തിരി കൂടെ വലിയ ഉരുളിയുണ്ട്. 1 കിലോ ഇറച്ചി വയ്ക്കാം, 2 കിലോ ഇറച്ചി വയ്ക്കാം, 5 കിലോ ഇറച്ചി വയ്ക്കാം. 3 സൈസിലെ ഉരുളി മേടിച്ചു. അങ്ങനെ അടുപ്പത് റെഡിയായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ മേടിച്ചത് കൊണ്ട് മേടിച്ചു. തടിയൻ കലം എന്ന് പറഞ്ഞാൽ 10-15 അരി വയ്ക്കത്തക്ക കലം, നല്ല വെയിറ്റുള്ള കലം. ആ കലം ഇന്ന് വേണമെങ്കിൽ 2000 രൂപ കൊടുത്താലും കിട്ടില്ല, അത്രയ്ക്ക് നല്ല കലം. അതുപോലെ തന്നെ തടിയൻ ചരുവം, വീട്ടിലേക്ക് ആവശ്യമായ ഉരുളിയായാലും ചരുവമായാലും കലമായാലും പാത്രങ്ങളായാലും എല്ലാ സാധനങ്ങളും. അപ്പം പിന്നെ അവരും ഇഷ്ടം പോലെ അത് ആക്കിയതുകൊണ്ട് അപ്പം ഞാൻ മീൻ അതിലേക്ക് ഇടുകയാണ്. ഇത് ആട്ടിറച്ചിയല്ല, ഇത് മീനാണ് കേട്ടോ. മീൻ അതിലൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കണ്ടാൽ നല്ല ആട്ടിറച്ചി എന്നേ തോന്നും. അതിലിട്ടൊന്ന് നമുക്ക് ഇളക്കിയിട്ട്
തേങ്ങ നല്ല ഭംഗിയായിട്ട് വറുത്ത് അരച്ച് എല്ലാം ചേർത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലൊന്ന് അതിൽ കട്ടൊന്നുമില്ലാതെ നല്ലതുപോലെ അരപ്പൊന്ന് കലക്കിയെടുക്കട്ടെ. കൈ വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്ത് അതിലൊഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ചിലപ്പം കട്ട പിടിച്ചിരിക്കുന്ന അതിനേക്കാളും നമ്മൾ നല്ലതുപോലെ ഒന്ന് നമുക്ക് വറുത്തരച്ച തേങ്ങ നല്ല ഭംഗിയായിട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിക്കാം. കണ്ടോ, നമുക്ക് നല്ലതുപോലെ അത് ഇളക്കി എല്ലാം കൂടി ചേർക്കാം. എല്ലാത്തിനും ഞാനന്ന് അടപ്പം മേടിച്ചായിരുന്നു. ഇനി ഇപ്പോൾ കുറേ നാളാവും ഈ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട്. നമുക്ക് ഒരു ചെറിയ കാര്യമൊന്നും വന്നാൽ നമുക്ക് പാത്രമൊന്നും എങ്ങും എടുക്കാൻ പോകണ്ട. ബേസിനായാലും എല്ലാ സാധനങ്ങളും, ബേസിനൊക്കെ എല്ലാ സൈസിലെ ബേസിനും ഉണ്ട്, എല്ലാ പാത്രങ്ങളും ഉണ്ട്. അപ്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് ഒന്ന് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ചേർത്ത് എന്ത് മീനാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി കാണുമോ? ഇല്ലല്ലേ? മനസ്സിലായി, ആദ്യമേ മനസ്സിലായവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ. മിക്കവാറുമൊക്കെ ചിലർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് സാധനം ചേർക്കാനുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് നമുക്ക് വയറ്റിന് അസുഖം വരാതിരിക്കാനും അസുഖമൊന്നും വരാതിരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് കുടംപുളി ചേർത്താൽ നല്ലതാണെന്ന് പറയും. ദേ അങ്ങനെ ഞാൻ കുടംപുളി അതിലേക്ക് ഇടുകയാണ്. കണ്ടോ, നമുക്കിവിടെ പിഴുപുളിയാണ് ഇഷ്ടം. പക്ഷേ വയറ്റിനൊക്കെ അസുഖം വരാതെ അങ്ങനെയൊക്കെ ചേർക്കുന്നതിനും എല്ലാം കുടംപുളി നല്ലതാണ്. പല പേരും പറയും. നമ്മൾ പറയുന്ന കുടംപുളി എന്നാണ്. അതിനെ കുടംപുളി എന്നും പറയും, മറ്റതിന് സാദാ പുളി, ചിലർ പിഴുപുളി എന്ന് പറയും. ഉണ്ടാകും നോക്കാം. അവസാനം നമുക്ക് വേണമെങ്കിൽ ഇടാം. കൊള്ളാം കേട്ടോ. ജീവിതത്തെ അടുപ്പി കളഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പോലും രാത്രി നോക്കാവൂ. ഇങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ഞാനിത് ഇത്ര പാടുപെട്ട് ഞാൻ എൻ്റെ ഒരു ഇത്രയും ഇതായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിത് ഇപ്പോൾ രാത്രി ഞാനിത് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഞങ്ങൾക്ക് വെച്ച് തന്ന് ആ ഒരിതും എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്കും മോനും എല്ലാം ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ
ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. വായുവും ഗ്യാസും ഒന്നും തന്നെയല്ലേ, മണ്ടത്തരം പറയുന്നു. ഇപ്പം ചൂടെന്ന് പറഞ്ഞാൽ എന്തോ ചൂട്. ഇനിയാണ് എനിക്ക് കുളിക്കാനും, ഇനി കുളിച്ചിട്ട് കിടക്കുന്നതിന് സുഖം. എൻ്റെ മോളൂട്ടീനെ ഒന്ന് കൊണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പം ഒന്ന് 3-4 ദിവസം അങ്ങ് കൊണ്ടാക്കി വാഴ്ച 3-4 ദിവസമായി കണ്ടിട്ട്, 3-4 ദിവസമൊന്നും ആയില്ല. എന്നാലും എന്തോ മോളെ കൂടെ ആശുപത്രിയിൽ നിന്നുകൊണ്ടാണ് എന്തോ മോളൂട്ടിയെ കാണാനങ്ങ് കണ്ടത്. ഞാൻ മോളെ വിളിക്കും, മരുമോളെ വിളിക്കും മരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. വിളിക്കുമ്പോൾ എൻ്റെ പൊന്നുമോൾ കിടന്ന് ഉറങ്ങണത് ഞാൻ കാണും കിടന്നുറങ്ങുന്നുണ്ട്. എൻ്റെ അച്ഛൻ പണ്ട് ഉണ്ണി കൊച്ചായിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര നിർബന്ധവും ഇതൊക്കെ നിർബന്ധം പിടിച്ച് കരയുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ എടുത്ത് തോളിലിട്ടിട്ട് പാടുന്ന പാട്ടാണ്. കണ്ണും പൂട്ടിയുറങ്ങുക നീ കണ്ണേ പൊന്നാര പൊന്നു മകനേ, കണ്ണും പൂട്ടിയുറങ്ങുക നീ കണ്ണേ പൊന്നാര പൊന്നു മകനേ, താരണി തൂമുഖം സൂക്ഷിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാനങ്ങനെ പാടുന്നില്ലല്ലോ. താരണി തൂമുഖം സൂക്ഷിച്ചു നോക്കിയൻ തങ്കക്കൂടത്തിനെ കണ്ണു വയ്ക്കാതെ, കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പൊന്നാര പൊന്നു മകനേ. അതുപോലെ ഞാനിപ്പോൾ പാടുകയാണ്. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പൊന്നാര പൊന്നു മകളേ, തൂമുഖം സൂക്ഷിച്ച് നോക്കിയൻ തങ്കക്കൂടത്തിനെ കണ്ണ് വയ്ക്കാതെ, ആരീരം നാരീരം നാരീരം രാരോ, ആരീരം രാരീരം രാരീരം രാരോ, ഭാവം ഭാവ അതിലുള്ളതല്ല, ഞാൻ കയ്യിൽ നിന്നിട്ട് പാടുന്നതാണ്. ഭാവം 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 ഭാവോ, ആരീരം രാരീരം രാരീരം രാരോ. മോള കുഞ്ഞിലേ ഇവിടെയായിരുന്നു. മൂത്തൊരു കുഞ്ഞു മോനുണ്ട്. പക്ഷെ അവനെ നമുക്ക് അങ്ങനെ എടുക്കാനോ ലാളിക്കാനോ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ മോള എങ്കിലും എനിക്ക് വല്ലപ്പോഴാണ് എടുക്കാനും ലാളിക്കാനും. അതെൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ മനസ്സിലെ ഒരു ഇതാണ്. ഇങ്ങനെ ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ എനിക്ക് കൊച്ചുങ്ങളെ ഞാൻ K4 കെയറിൻ്റെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ K4 കെയറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പേര് എന്തോ എന്നെ അങ്ങനെയങ്ങ് പറഞ്ഞ് ഇതാക്കുന്ന ഒരു ഇതില്ല. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി വിഷമമാണ്. എനിക്ക് ഈ പറയുന്നവർ ചെയ്യുന്നേക്കാളും ഒരുപാട് ജോലി ഞാൻ ചെയ്യും കേട്ടോ. ഞങ്ങളൊരു വീട്ടിലെ ജോലികളാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്നവരെ കൊണ്ട് അതൊന്നും പറ്റാറില്ല. എനിക്ക് കുറച്ച് പേര് സംസാരിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് കേട്ട് ഒത്തിരി വന്നുള്ള ഒരേ ചോദിക്കും. നമുക്ക് അവരെയൊന്നും സ്വഭാവ രീതികളോ ഓരോരുത്തരുമായിട്ട് അടുത്ത് അടുക്കുമ്പോഴുമാണ് നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാവുന്നത്. അങ്ങനെ ആയപ്പോൾ ഒത്തിരി വിഷമം എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചിലപ്പം വയസ്സായ
90 വയസ്സായ അമ്മയ്ക്കായിരിക്കും നമ്മൾ കെയറിങ്ങിന് പോകുന്നത്. നമ്മൾ എന്തുമാത്രം ക്ഷമയും ഇതും ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പം കുഞ്ഞുങ്ങളെ ആയിരിക്കും, ചിലപ്പം പൊടി വാവകളെ ആയിരിക്കും, പ്രസവിച്ച വാവകളെ ആയിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള കെയറിങ്ങും K4 കെയറിൻ്റെ ജില്ലാ മിഷൻ, കുടുംബശ്രീ ജില്ലാ മിഷനിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് ഞങ്ങൾ പഠിച്ചിറങ്ങിയിരിക്കുന്നത്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ K4 കെയറിൽ നിന്ന് വന്നതാണെന്ന് പറയുമ്പം അവരോരോന്നും ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി അവർ തന്നെ നമ്മളെ പഠിപ്പിച്ച് കുറേ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുവിധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങൾ തിരിച്ച് അവർ വന്ന് ചെയ്യേണ്ടതായിട്ട് വരില്ല, ഞാൻ തന്നെ അങ്ങ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പം 3ാമത്തെ വർഷമാണ്. ഒരുപാട് അറിവുകളുണ്ട് നമുക്ക്. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അറിവും നടക്കാനുള്ള ഇതും ഇനിയിപ്പോൾ എനിക്ക് കനക്കുന്ന തൈറോയിഡാണ്. അപ്പം എനിക്ക് എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് കനമുണ്ട്, അതെനിക്ക് ഹൈപ്പോ തൈറോയിഡ് ആണ്. അപ്പം ഞാനിപ്പം ഗോകുലത്തിൽ ആദ്യമായിട്ട് എൻഡോക്രൈനോളജി ഡോക്ടറെ കാണാൻ പോയിരുന്നു. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഇതെല്ലാം ടെസ്റ്റ് ഇതാക്കിയിട്ട് ഡോക്ടർ ഗുളിക കൂടെ കൂട്ടി. കാര്യം നമുക്ക് ഓരോ ഇതും എൻ്റെ അളവ് എനിക്ക് 75 മില്ലിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ കണക്കിന് നമ്മുടെ ഇത് അനുസരിച്ച് 100 മില്ലി കഴിക്കണമായിരുന്നു. പിന്നെ കുറേ ചെക്കപ്പുകൾ എഴുതി തന്നു. അത് ചെക്കപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ എന്തുകൊണ്ടാണ് തടി കൂടുന്നത് എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് വെച്ച് ഡോക്ടർ എഴുതി തന്നു. അപ്പോൾ ഞാൻ ലാബിൽ ചെന്ന് അതുകൊണ്ട് കാണിച്ചപ്പോൾ 5000-ന് പുറത്താവുമെന്ന് പറഞ്ഞു ആ ടെസ്റ്റുകളെല്ലാം കൂടെ ചെയ്യണമെങ്കിൽ. അങ്ങനെ ഞാൻ ചെയ്തില്ല, തുണ്ടും മടക്കിഞ്ഞ് പോന്നു. പക്ഷേ അത് ടെസ്റ്റ് ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ എല്ലാ ജോലിയും ചെയ്യും. ഞാൻ തറയിൽ ഇരിക്കും, ഞാൻ തറയിൽ കിടക്കും, തറയിൽ എണീക്കും. എനിക്ക് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് കനമുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് ആ ഒരു ഇത് വെയിറ്റ് ദൈവം എനിക്ക് എല്ലാം ദൈവം നിശ്ചയിക്കുന്നതാണ്. ഞാൻ ഇപ്പോഴും ദൈവത്തിൻ്റെ മുമ്പ് മാത്രം ഇതാക്കി ജീവിക്കുന്ന ഒരാളാണ്. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. എന്നാലും എന്നെ കുറ്റം മാത്രം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ ആൾക്കാരൊന്നും അല്ല, എനിക്കും അങ്ങനെയുള്ളതൊന്നുമല്ല. കുറച്ച് ആൾക്കാർ നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മുടെ നല്ല കാര്യം പറയുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. അത് K4 കെയറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ 3 നിലയുടെ മണ്ടയിൽ കയറി പോകും, ചിലപ്പോൾ 4 നിലയുടെ മണ്ടയിൽ കയറി പോവേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ കുറ്റം പറയുന്നവർ ഓർമ്മിക്കുക. അല്ലാതെ ഞാൻ വെറുതെ വീട്ടിലിരുന്ന് ചോറും കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. അങ്ങനെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. ഒരിരുപ്പ് ഈ കസേരയിൽ ഇരിക്കുകയാണോ എന്നൊരാൾ ചോദിച്ചു. പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചില സംസാരങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിക്കുള്ള സംസാരങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും തന്നെയാണ്. പിന്നെ എനിക്ക് ആരെയും മുമ്പ് അഭിനയിക്കാൻ എനിക്ക് അറിയില്ല. ചിലർ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് 2 തുണി പറക്കിക്കൊണ്ട് പോയി കഴുകി, 2 പാത്രം പറക്കിയിട്ട് കഴുകി, അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് പണ്ടും അറിയില്ല, ഇപ്പോഴും അറിയില്ല. എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ എന്നെ പാരിപ്പള്ളിയിലാണ്. എൻ്റെ അമ്മാവനും അമ്മാവിയും ഇന്ന് വരെ അവർ പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത, അടുക്കള ജോലി അറിഞ്ഞുകൂടാത്ത, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി അമ്മാവിയെയും ഞാൻ നല്ല അന്തസ്സായിട്ട് നോക്കിയ ഒരു മരുമകളാണ്. അതുകൊണ്ട് എനിക്ക് ദൈവം എപ്പോഴും നല്ലതേ വരൂ. എൻ്റെ അമ്മ മരിച്ചുപോയി എന്നുള്ള ഒരു ദുഃഖമാണ് എനിക്ക് ഏറ്റവും വലിയ. എൻ്റെ ജീവിതത്തിൽ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് അമ്മയുണ്ടല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു. അമ്മ മരിച്ചപ്പോഴാണ് ഏറ്റവും ഞാൻ ചോറുണ്ടോണ്ടിരുന്നപ്പം ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നാണ് ഞാൻ ചോറ് കഴിച്ചത്. ഞാനിരുന്ന് ഒരുപാട് നേരം ഞാൻ കരഞ്ഞു. മോളകത്ത് മൊബൈലും കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു, മോളറിഞ്ഞതുമില്ല. ഒത്തിരി നേരം ഞാൻ കരഞ്ഞു. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ പല ദിവസവും ചിന്തിച്ച്, ഞാൻ ആഴ്ചയിൽ 2 ദിവസമോ 2-3 ദിവസമെങ്കിലും ഞാൻ കരയാറുണ്ട്. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരു പാട്ടുണ്ടല്ലോ,
അമ്മയുണ്ടായിരുന്നെങ്കിലെന്നും പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, അത് സത്യമായ കാര്യവും. അതുകൊണ്ട് എനിക്ക് വിഷമങ്ങൾ, ഞാൻ ആരെയും മുമ്പ് വിഷമങ്ങൾ കാണിക്കാറില്ല. ഞാൻ എപ്പോഴും പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ മുഖം വീർപ്പിച്ച് ചെയ്യാൻ നടക്കും. പക്ഷെ അത് പണ്ട്, അവിടെയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഒരു ഇതിൽ ഞാൻ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭഗവാൻ കൂട്ടിനുണ്ട്. എപ്പോഴും എവിടെ പോയാലും എങ്ങനെ പോയാലും എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരാനുണ്ടെങ്കിൽ എനിക്ക് ദൈവം മുന്നേ ഭഗവാൻ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഞങ്ങളുടെ മനസ്സിൽ ഒരലാഹം ഇതുണ്ടാക്കിയിരിക്കും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ദൈവം കൂട്ടിനുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ എന്നെ ആരെന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അത് ദൈവം മേലൊരാളെല്ലാം അത് ഇതാക്കിക്കോളും. എനിക്ക് അതിന് മറുപടി പറയാനോ എന്നെ കുറ്റം പറയുന്നവർക്ക് അതിന് തിരിച്ച് മറുപടി പറയാനോ ഒന്നും ഞാനിപ്പോൾ നിൽക്കാറില്ല. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇതാക്കിയ ചിലർ നമ്മളുടെ അടുത്ത് മുഖത്ത് ഇതല്ലാത്തൊരു രീതിക്കൊക്കെ കാണുമ്പം അവർക്ക് നാളെ ആ സ്റ്റേജ് വരുമ്പം അവർ പഠിച്ചോളും എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു ഇതേ ഞാൻ പറയുന്നുള്ളൂ. നാളെ അവർക്ക് ആ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് എൻ്റെ എപ്പോഴും എൻ്റെ സ്വത്ത്, എൻ്റെ കൈ മുതൽ എൻ്റെ മക്കളാണ്. അവരൊറ്റ ഇതിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. നമുക്ക് മീൻകറി ഞാനങ്ങ് എണീച്ച് പോയാൽ അതുകൊണ്ടാണ് ഞാനിരുന്ന് ഇത് കണ്ടോ. അപ്പോൾ ഇനി പോകുന്ന നേരം നമുക്ക് ഈ കണലിൽ കിടന്ന് ഇനി നെയ്യും കൂടെ അങ്ങ് തെളിഞ്ഞാൽ മതി. നല്ല ഒരു ഇതായിട്ടുണ്ട്. പറ്റി വരുമ്പോൾ ഉപ്പുമൊക്കെ കാണും. നാളത്തേക്കാകുമ്പം രാവിലത്തേക്ക് എടുക്കാനാകുമ്പോൾ നല്ല സൂപ്പർ കറിയായിട്ടിരിക്കും. അപ്പം മതി. ഇനി അടിപൊളിയായിട്ടുണ്ട്. കണലൊക്കെ ഇഷ്ടംപോലെ എന്തിൻ്റെ തീയൊന്നും ഇരിക്കണ്ട. അപ്പം നമ്മുടെ മീൻകറി കാണുന്നുണ്ടോ? ഇരുട്ടായതുകൊണ്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മീൻകറി കണ്ടോ, അടിപൊളിയല്ലേ? ചൂടായതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോണങ്ങ് കാണിക്കുന്നില്ല. കാര്യം പഴുത്തിരിക്കുക കണ്ടോ, അടിപൊളി മീൻകറിയല്ലേ, സൂപ്പർ. അപ്പം കണ്ടോ എൻ്റെ ഫോൺ പൊട്ടിച്ചിങ്ങനെ ഞാൻ ചെയ്തത്